അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു വ്യാജ ആത്മകഥ എന്നുള്ള പദം തന്നെ കേൾക്കുന്നത്. അതെന്തായാലും ചരിത്രത്തിന്റെ ഭാഗമായി ഇ പി ജയരാജൻ മാറി എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ ആലോചിക്കും, നമ്മൾ വ്യാജരേഖ അല്ലെങ്കിൽ വ്യാജ മറ്റ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ വ്യാജ ആത്മകഥ എന്ന ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ എന്താണ്, DC ബുക്സിനെ പോലെ 50 കൊല്ലത്തോളം പാരമ്പര്യമുള്ള ഒരു പ്രസാധകർ അവർ ഇന്നലെ രാത്രി തന്നെ ശ്രീ ഇ.പി. ജയരാജന്റെ ആത്മകഥ തങ്ങൾ ഉടനെ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞ് അവരുടെ ഒരു സ്റ്റോറി ഇടുകയുണ്ടായി. ഫേസ്ബുക്കിൽ അവരതൊരു മാർക്കറ്റിംഗ് വിഭാഗം അതിന്റെ ഒരു സ്റ്റോറി ഇടുകയുണ്ടായി. ശ്രീ ഇ.പി. ജയരാജനോ അല്ലെങ്കിൽ CPM-ഓ അതുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും ഉയർത്തിയിട്ടില്ല. അപ്പൊ ഇന്ന് രാവിലെയാണ് വളരെ കൃത്യമായി ഒരു പ്രധാനപ്പെട്ട ദേശീയ മാധ്യമത്തിൽ ഈ വാർത്ത വരികയും ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ക്യാരി ഓവർ ചെയ്യുകയും ചെയ്തത്. അതിലകത്ത് പറയുന്നത് വളരെ കൃത്യമാണ്. ശ്രീ ഇ.പി. ജയരാജൻ കാലാകാലങ്ങളായി പാർട്ടിയുടെ ഉള്ളിൽ പറയുന്ന പല കാര്യങ്ങൾ, പാർട്ടിയുടെ പുറത്ത് പറയുന്ന കാര്യങ്ങൾ, പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ ആളുകൾ പറഞ്ഞുവെന്ന് നിങ്ങൾ തന്നെ മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വ്യാജമായിട്ട് എന്താണുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ശ്രീ ഇ.പി. ജയരാജന്റെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പിന്നീട് തിരുത്തിയ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ഇൻഡിഗോ വിമാനത്തിന്റെ കാര്യം പറഞ്ഞത് നമുക്കറിയാം. ഇൻഡിഗോ വിമാന കമ്പനി തന്നെ തിരുത്തുകയും അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുകയും ചെയ്ത കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. അത് അദ്ദേഹം പറഞ്ഞത് വ്യാജമായിരുന്നു എന്നും അത് പിന്നീട് തിരുത്തപ്പെട്ട കഥകളും നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ശ്രീ VD സതീശന് ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തനിക്ക് രാജീവ് ചന്ദ്രശേഖരുമായി ഇങ്ങനെ ഒരു ബിസിനസ് ബന്ധമില്ല എന്നും അങ്ങനെ ഒരു ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ ശ്രീ VD സതീശന് ആ റിസോർട്ട് താൻ എഴുതി കൊടുക്കാമെന്നും പറഞ്ഞ ശ്രീ ഇ.പി. ജയരാജനെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ പിന്നീട് വൈദേകം റിസോർട്ടിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞ കാര്യവും നമുക്കറിയാം. അപ്പോൾ ശ്രീ ഇ.പി. ജയരാജൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പിന്നീട് വ്യാജമായിരുന്നു എന്നും തിരുത്തി പറഞ്ഞ കഥകളും ചരിത്രവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കഥകളൊക്കെ വളരെ കൃത്യമാണ്. ശ്രീ ഇ.പി. ജയരാജൻ വളരെ കൃത്യമായി മനസ്സിലാക്കി, പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അതൊരു വയ്യാവേലിയാണ്. ആ വയ്യാവേലിനെ ചുമന്നാൽ ചുമന്നവനും നാറും. ഇത് ശ്രീ ഇ.പി. ജയരാജൻ വളരെ കൃത്യമായി മനസ്സിലാക്കി. അദ്ദേഹം അത് എഴുതി വെച്ചു. അങ്ങനെ അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായി. അതിനകത്ത് എന്താ സംശയം? കേരളത്തിലെ മാധ്യമങ്ങളിൽ തന്നെ ഇത് മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഓരോ കാര്യങ്ങളും സംഘടനാപരമായിട്ടും മറ്റോരോ കാര്യങ്ങളും അദ്ദേഹം അതിൽ പറഞ്ഞത് ശരിയാണ്. പിന്നെ ഇനി ഇ.പി. ജയരാജൻ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാദം ശരിയാകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ DGPക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ആ പരാതിയിൽ എന്തുകൊണ്ടാണ് തന്റെ ആത്മകഥ വ്യാജമായി നിർമ്മിച്ച് പബ്ലിഷ് ചെയ്യുമെന്ന് ഇന്നലെ ഫേസ്ബുക്കിലിട്ട DC ബുക്സിനെതിരെ പരാതി കൊടുക്കാത്തതിന്റെ കാരണം എന്താ? അദ്ദേഹത്തിന്റെ പരാതി മലയാള മനോരമയ്ക്കെതിരെയാണ്. അദ്ദേഹത്തിന്റെ പരാതി മറ്റൊരു ചാനലിനെതിരെയാണ്. എന്തുകൊണ്ടാണ് തന്റെ പ്രസാധകർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്നലെയും ഇന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എന്റെ പ്രസാധകർക്ക് ഞാൻ കൊടുത്തിട്ടില്ല, മാതൃഭൂമിയും മറ്റൊരു കമ്പനിയും DC ബുക്സും ഞാനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, തീർപ്പ് വന്നിട്ടില്ല, അത് മാത്രമല്ല കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള ഒരു പേര് പോലും താൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നലെയും ഇന്നും DC ബുക്സിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഉടനെ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ വിവരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് DC ബുക്സിനെതിരെ അദ്ദേഹം ഒരു പരാതി കൊടുക്കാത്തത്? മാനനഷ്ട കേസ് കൊടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൊടുത്ത കാര്യമൊന്നും നമുക്കറിയില്ല. അപ്പൊ അത് വളരെ കൃത്യമാണ്. അദ്ദേഹം തന്നെ വളരെ കരുതിക്കൂട്ടി എഴുതി കൊടുത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് വേണ്ടി ദേശാഭിമാനിയിലെ ഒരു വ്യക്തി എഴുതിയെന്നാണ് മനസ്സിലാക്കുന്നത്, നമുക്കറിയില്ല. എന്നിരുന്നാൽ തന്നെയും വ്യാജ ആത്മകഥ എന്ന ഒരു വ്യാജമായ കാര്യത്തിലൂടെ അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായിട്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ, അദ്ദേഹം ആത്മകഥ എഴുതുമ്പോഴെങ്കിലും സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും പറയുകയും അത് ഓൺ ചെയ്യാനും അദ്ദേഹം തയ്യാറാകണമെന്ന് മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. BJPയുടെ പ്രതിനിധി ശ്രീ B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ശ്രീ പ്രകാശ് ജാവദേക്കറെ കണ്ട ഇ.പി. വെറുതെ ഒന്നുമല്ല കണ്ടത് എന്നതും ആ പ്രകാശ് ജാവദേക്കറിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതും ശ്രീ B. ഗോപാലകൃഷ്ണന്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുകയാണ്. കാരണം ശ്രീ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇ.പി. ജയരാജൻ എങ്ങനെയെങ്കിലും പുറത്തു വരണം, ഇ.പി. ജയരാജൻ ഇത് മുഴുവൻ ഉള്ളിൽ വെച്ച് നടക്കുകയാണ്. അതായത് CPM-ന്റെ ഉള്ളിലെ തന്നെ ആളുകൾക്ക്, ഇ.പി. ജയരാജന്റെ അടുത്ത ആളുകൾക്ക് അറിയാത്ത കാര്യമാണ് BJP നേതാവായ ശ്രീ ഗോപാലകൃഷ്ണൻ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ ഇ.പി. ജയരാജനോട് ആർക്കാണ് ഇപ്പൊ കൂടുതൽ സഹവാസമുള്ളതും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് എന്നതും ശ്രീ B. ഗോപാലകൃഷ്ണന്റെ വാദത്തിലൂടെ നമുക്കിപ്പോൾ വ്യക്തമായിട്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ശ്രീ ഇ.പി. ജയരാജൻ പുസ്തകത്തിലും എഴുതിയിട്ടുള്ളത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പിണറായി വിജയനെതിരെയും മറ്റാളുകൾക്കെതിരെയും ഒക്കെ എഴുതുകയാണ്.
പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയും പോലെ ഇതവരുടെ പാർട്ടിക്കാരി മാത്രമല്ലല്ലോ, ഒരാളുടെ ആത്മകഥ വ്യാജമായിട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ആരോപണമാണ്. ഇത് കേവലം പാർട്ടിയുടെ അനുമതി മേടിച്ചോ, പാർട്ടി ടൈപ്പിസ്റ്റിനെ റെഡിയാക്കി കൊടുത്തോ, അല്ലെങ്കിൽ പാർട്ടിക്കാരൻ ആരെങ്കിലും ഇത് വായിച്ചു നോക്കിയോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല, അതവരുടെ പാർട്ടിയുടെ ഉള്ളിലെ കാര്യമാണ്. പക്ഷെ ഇ.പി. ജയരാജൻ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇത് കൃത്യമായി ദേശാഭിമാനിയിലെ ഒരു വ്യക്തിയാണ് എഴുതിയതെന്നുണ്ടെങ്കിൽ, ഈ 177 പേജിലും ഇ.പി. ജയരാജന്റെ കഥ എഴുതി വന്നത് അത് വെറുതെ ഒരു ദിവസം ആകാശത്ത് നിന്ന് ഇ.പി. ജയരാജന്റെ കഥ അങ്ങ് ഉണ്ടാക്കിയെടുത്തതല്ലോ. അല്ലെങ്കിൽ തന്നെ DC ബുക്സിനെ പോലെ 50 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബുക്ക് ഹൗസ്, അത് മാത്രമല്ല അവര് എത്രയോ മുൻനിര എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ബുക്ക് ഹൗസ്, അവര് വെറുതെ വ്യാജമായി ഇ.പി. ജയരാജനെ പോലെ, ഇപ്പൊ അദ്ദേഹത്തിന്റെ എഴുത്തിന് അത്ര വലിയ ഫോളോവേഴ്സ് ഒന്നുമുള്ള എഴുത്തുകാരൊന്നും അല്ലല്ലോ, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് വിവാദപരമായ കാര്യങ്ങൾ അദ്ദേഹം തുറന്നെഴുതുകയാണെങ്കിൽ ആ ബുക്കിന് ഒരു പ്രസക്തി ഉണ്ടാവും. അതല്ലാതെ ശ്രീ ഇ.പി. ജയരാജനെ പോലെ അദ്ദേഹത്തിന്റെ ഭാഷയുടെ ഒരു സൗന്ദര്യം കണ്ടിട്ടോ, അദ്ദേഹത്തിന്റെ പദാവലിയുടെ ഒരു തനിമ കണ്ടിട്ടോ ഒന്നും നമ്മളെടുത്ത് വായിക്കുന്നതല്ലോ. CPM-ന്റെ ഉള്ളിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ഇ.പി. ജയരാജനും പിണറായി വിജയനൊക്കെ തമ്മിൽ നടന്ന അടികൾ, അതിനകത്ത് ഇ.പി. ജയരാജനുള്ള ചില അമർഷം, അത് അദ്ദേഹം പുസ്തക രൂപത്തിൽ എഴുതുമെന്ന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പോയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി. അതൊന്ന് വായിച്ച് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കാം എന്നോർത്താണ് നമ്മൾ ഇ.പി. ജയരാജന്റെ ആത്മകഥ വായിക്കുന്നത്. അല്ലാതെ ശ്രീ ഇ.പി. ജയരാജന്റെ ആത്മകഥയിൽ നിന്ന് നമുക്കെന്തെങ്കിലും പുതിയതായി ഒന്ന് പഠിച്ച് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാനൊന്നും ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ. അപ്പോ അത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ച് DC ബുക്സിനെ പോലെ ഒരു പ്രസാധകർ ഇത് ഉടൻ പുറത്തു വരുമെന്നും, ആ പുറത്തു വരുന്നതിന്റെ ചില ഇൻട്രൊഡക്ടറി കോപ്പികൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സമ്മറൈസ്ഡ് കോപ്പികൾ അതെല്ലാ പ്രസാധകർ ചെയ്യുന്നത് പോലെ അവരുടെ മാർക്കറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ അവർ 13-ാം തീയതി തിരഞ്ഞെടുത്തതാവും. ഇതൊരു എഴുത്തുകാരൻ അറിയാതെയാണ് പുറത്തു വന്നത് എന്നൊക്കെ ചിന്തിക്കാൻ പാകത്തിനുള്ള ആളുകളല്ലല്ലോ നമ്മൾ. ഇപ്പൊ വക്കീൽ നോട്ടീസ് അയക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ ഈ വക്കീൽ നോട്ടീസ് എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. എനിക്ക് വളരെ കൗതുകകരവും രസകരവുമായി തോന്നുകയാണ്. കാരണം ഞാൻ BJP-യിൽ ഇ.പി. ജയരാജനുള്ള ഒരു സ്പേസിനെ പറ്റിയും അല്ലെങ്കിൽ BJP-ക്കാർക്ക് ഇ.പി. ജയരാജനുള്ള ഒരു കൺസേണിനെ പറ്റി സംസാരിച്ചപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണന്റെ അടുത്ത ചോദ്യമാണ് അതിന്റെ പ്രസക്തി. അദ്ദേഹം എന്താ ചോദിക്കുന്നത്? കോൺഗ്രസിൽ ഇ.പി. ജയരാജൻ ചേരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ട എന്ന് വെക്കുമോ? അപ്പൊ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? BJP-യിലേക്ക് ഇ.പി. ജയരാജൻ ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലേ? ശ്രീ ഗോപാലകൃഷ്ണേട്ടൻ അറിയാതെയാണെങ്കിലും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണല്ലോ, സത്യസന്ധനാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അറിയാതെ വീണുപോയതാണ്. DC-യുമായി ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് DC ബുക്സ് അതിന്റെ പ്രിന്റഡ്, അതായത് ടൈപ്പ് ചെയ്ത് അതിന്റെ DTP മേടിച്ച് അതിന്റെ പേജ് സെറ്റ് ചെയ്ത് തിരിച്ചയച്ചു കൊടുത്തു. ആ തിരിച്ചയച്ചു കൊടുത്ത് സാധനം ഇ.പി. ജയരാജനും അതുപോലെ തന്നെ ഇ.പി. ജയരാജന് വേണ്ടി ആരാണോ എഴുതിയ ആളുകളെ പറ്റി പല അഭ്യൂഹങ്ങളുമുണ്ട്. കണ്ണൂരിലുള്ള ദേശാഭിമാനിയുടെ ജീവനക്കാരനാണ് എഴുതിയതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വ്യക്തമായ വിവരങ്ങളില്ല. പക്ഷേ DC ഇത് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് തിരിച്ചയച്ചു കൊടുത്തിട്ടുമുണ്ട്. അല്ലാതെ ഈ ഇത്രയും കാര്യങ്ങൾ 177 പേജ് വളരെ ചിട്ടവട്ടത്തോടു കൂടി ഒരു പ്രസാധകർ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അത് അയച്ചു കൊടുത്ത രീതിയിൽ ഇത് ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചു വന്നതല്ല എന്ന് ഇത് കാണുന്ന എല്ലാവർക്കും പറയാൻ പറ്റും. രണ്ട്, ശ്രീ ഇ.പി. ജയരാജൻ 187 പേജ് ആരായിരിക്കും പുറത്തുവിട്ടത്? ശ്രീ അബിൻ വർക്കി, അത് കോൺഗ്രസിന്റെ ഊഹം എന്താണ്? അത് ഈ സൈബർ മേഖലയിലൊക്കെ വലിയ രീതിയിൽ ഏതായാലും കോൺഗ്രസ്സുകാരോ മാധ്യമ പ്രവർത്തകരോ മനോരമയോ അല്ലെങ്കിൽ മറ്റാളുകളോ ഒന്നും അല്ലല്ലോ. ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഇ.പി. അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അല്ലാതെ ഇ.പിയും ഇ.പിക്ക് വേണ്ടി എഴുതിയ ആളും DC ബുക്സിന്റെയും മാത്രം കയ്യിലുള്ള ഈ കോപ്പി ഇത് മറ്റൊരാൾ മുഖേന ഏതായാലും പുറത്തു വരില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്നുകിൽ DC ബുക്സ് പുറത്തുവിടണം, ഇല്ലെങ്കിൽ ഇ.പിയുമായി ബന്ധപ്പെട്ട ആളുകൾ പുറത്തുവിടണം, ഇ.പിക്ക് വേണ്ടി എഴുതിയ ആളുകൾ പുറത്തുവിടണം. ഇത് സത്യമൊന്നും അറിയാനില്ല ഷാനി. ഇത് വളരെ കൃത്യമായിട്ട് ശ്രീ ഇ.പി. ജയരാജന് ഇനിയിപ്പോൾ പാർട്ടി വളരെ ഫിൽറ്റർ ചെയ്തിട്ടല്ലാതെ ഈ ബുക്ക് ഇറക്കാൻ സാധിക്കില്ല. കാരണം പാർട്ടിയുടെ ആളുകൾ വായിച്ചു നോക്കിയിട്ടൊക്കെയാണ് ഇനി ഈ ബുക്കുകൾ ഇറക്കാൻ പറ്റുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബുക്ക് പുറത്തു വന്നോണ്ടേ ഇ.പി. ജയരാജന്റെ ഈ പുസ്തകം പുറത്തു വരും. അത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒന്ന് അത് ഷാൻ, ഇതിനകത്ത് DC ബുക്സ് ഇനി ഇറക്കിയാലും എന്തിനാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്? ശ്രീ ഇ.പി. ജയരാജന്റെ മുൻകാല അനുഭവം വെച്ചുകൊണ്ട് DC ബുക്സ് തന്നെ ഇത് ഇറക്കും. അതിനകത്ത് ഒരു സംശയമൊന്നും വേണ്ട. ഇതിനകത്ത് പിന്നെ നിങ്ങൾ എന്തോ പേരിന്റെ കാര്യത്തിലൊക്കെ ഒരു സംശയം ഉന്നയിക്കുന്നത് കേട്ടു. ശ്രീ ഇ.പി. ജയരാജന്റെ ഒരു ബുക്കിനല്ലാതെ കണ്ണൂരിലെ സമരവീഥികൾ എന്ന് കേട്ടാൽ ആരെങ്കിലും വായിക്കുമോ? അത് സ്വാഭാവികമായിട്ടും കട്ടൻ ചായയും പരിപ്പ് ഉടയുമെന്നോ അല്ലെങ്കിൽ ഇൻഡിഗോ വിമാനത്തിലെ വധശ്രമ കേസെന്നോ അങ്ങനെ അല്ലെങ്കിൽ സാന്റിയാഗോ മാർട്ടിന്റെ ബോണ്ട എന്നോ ഇങ്ങനെ കേട്ടാലാണ് ആളുകൾ വായിക്കുകയുള്ളൂ.
ഈ പുസ്തകം വിറ്റഴിഞ്ഞു പോകണ്ടേ, അല്ലാതെ കണ്ണൂരിലെ സമരവീഥികളിലൂടെ ഇ.പി. ജയരാജൻ എന്ന് പറഞ്ഞാൽ അതാരും വായിച്ചു നോക്കില്ല. കാരണം ഇ.പി. ജയരാജൻ അങ്ങനെ ഒരു സമരവീഥി നയിച്ചതൊന്നും നമുക്കറിയില്ല. അപ്പൊ പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ഈ നേതാക്കളാണ് പുസ്തകം ഇ.പി. പുറത്തു വരും. ജയരാജനെ കൊല്ലാൻ പുസ്തകം ശ്രമിച്ചെന്നൊരു പുറത്തു കേസ് വരാതെ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ഇ.പി. ശ്രീ അബിൻ ജയരാജന്റെ വർക്കി. വാക്കുകൾ കേരളം പുറത്തു. അങ്ങനെ എഴുതിത്തള്ളാവുന്ന ഒരു നേതാവായിരുന്നു ഇ.പി. എങ്കിൽ ആ കേസുകൾ കുറെ കൊല്ലങ്ങളായല്ലോ, അത് ഹൈക്കോടതി എടുത്ത് അല്ല, ഞാൻ എഴുതി തള്ളുന്നൊന്നുമില്ല. ശ്രീ ഇ.പി. ജയരാജൻ വളരെ കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. കണ്ണൂരിലെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, മന്ത്രിയാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞാൻ എഴുതി തള്ളിയിട്ടൊന്നുമില്ല. അദ്ദേഹം CPM-ന്റെ അല്ല, കേരളത്തിലെ തന്നെ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്. പിന്നെ അദ്ദേഹത്തിന്റെ വധശ്രമ കേസിന്റെ കാര്യമൊക്കെ ഹൈക്കോടതി എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇട്ടതാണ്. ഇനി ആ കേസ് എവിടം വരെ പോകാമോ അത്രയും കാലം ഞങ്ങൾ പോയിക്കോട്ടെ, നിങ്ങൾ ഏത് തരത്തിൽ വേണമെങ്കിലും ആരെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിച്ചോളാൻ ശ്രീ കെ സുധാകരൻ വെല്ലുവിളിച്ചിരിക്കുന്നതാണ്. അപ്പൊ പിന്നെ ഇനി വധശ്രമ കേസിന്റെ കാര്യമൊന്നും ഇനി ഇവിടെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ശ്രീ ഇ.പി. ജയരാജൻ അദ്ദേഹത്തിന് ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള നേതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പുറത്തു വന്ന് പറയണം അദ്ദേഹം. അല്ലാതെ ഈ പുസ്തകം ഇറക്കി എന്നാ ഇറക്കിയിട്ടില്ല, ഇറക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ